ഹൈഡ്രോപോണിക്സ് എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. രണ്ട് മൂലം പദങ്ങൾ കൊണ്ടാണ് ഹൈഡ്രോപോണിക്സ് എന്ന വാക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഹൈഡ്രോസ്, പോണോസ്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ വർക്കിംഗ് വാട്ടർ അഥവാ ജോലി ചെയ്യുന്ന വെള്ളം എന്നാണ് അർത്ഥം. ഹൈഡ്രോപോണിക്സ് എന്നാൽ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന പുതിയ രീതിയാണ്. മണ്ണിന് പകരം പോഷകലായനിയാണ് സസ്യങ്ങൾ വളർത്തുന്നത്. ഇതിൽ വെള്ളവും വളവും നൽകുന്നതിനുള്ള പ്രവർത്തിക്കുന്നത് പോഷകലായനി തന്നെയാണ്. മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട നിലമൊരുക്കുക, കള വരയ്ക്കൽ, ചെടികൾക്ക് വെള്ളമൊഴിക്കുക, വളമിടുക എന്നീ കഠിനമായ ജോലി ഹൈഡ്രോപോണിക്സ് ഒഴിവാക്കുന്നു. ഒരു യൂണിറ്റ് സ്ഥലത്തിൽ 10 മുതൽ 30 വരെ ശതമാനം സസ്യങ്ങൾ വളർത്താം. പോഷകലായനി നിർമ്മിക്കുന്ന രീതിയാണ് ഞാനിവിടെ പറയുന്നത്. അതിനാവശ്യമായ സാമഗ്രികൾ 150 ഗ്രാം NPK, 180 ഗ്രാം കാൽഷ്യം നൈട്രേറ്റ്, 60 ഗ്രാം എപ്സം സാൾട്ട്, 2 bottles 500 ml ഡിസ്റ്റൽ വാട്ടർ. നിർമ്മാണ രീതി: ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് 120 ഗ്രാം NPK ഇടുക. ശേഷം കാൽഷ്യം നൈട്രേറ്റ് എടുക്കുക. പിന്നെ 60 ഗ്രാം എപ്സം സാൾട്ട് എടുക്കുക. ഒരു കുപ്പിയിൽ ഫണൽ ഉപയോഗിച്ച് NPK ഇടുക. ശേഷം നന്നായി കുലുക്കുക. മറ്റൊരു കുപ്പിയിൽ എപ്സം സാൾട്ട് ഇടുക. രണ്ട് കുപ്പികളും തമ്മിൽ യോജിപ്പിക്കുക. വേറെ ഒരു കുപ്പിയെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിക്കുക. ശേഷം അതിലേക്ക് കാൽഷ്യം നൈട്രേറ്റ് ഇടുക. ഇതാണ് വാട്ടർ പമ്പ്. ഇതിലാണ് പോഷകലായനി സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ പോഷകലായനി ഈ പൈപ്പിലൂടെ പോയി ഈ ചെടികളിൽ എത്തും. ശേഷം ഈ പൈപ്പിലൂടെ പോയി താഴെയുള്ള ചെടികളിലെത്തും. ഈ കുഞ്ഞു പൈപ്പിലൂടെ തിരിച്ചത് ഈ സ്റ്റോറേജിലേക്ക് തന്നെ എത്തും. ഇങ്ങനെ ഇത് റീസൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഹൈഡ്രോപോണിക്സിന്റെ പ്രയോജനങ്ങൾ: മണ്ണിനെ അപേക്ഷിച്ച് ഹൈഡ്രോപോണിക്സ് വേഗത്തിൽ ഫലം നൽകും. 40% മുതൽ 50% വരെ വേഗത്തിൽ ഹൈഡ്രോപോണിക്സ് ചെടികൾ വളരും. വാട്ടർ പമ്പ് ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമില്ല. അധികമായ വളപ്രയോഗവും ഇതിന് ആവശ്യമില്ല. ഹൈഡ്രോപോണിക്സിൽ സസ്യങ്ങൾക്ക് നൽകുന്ന പോഷക ഘടകങ്ങളുടെ അളവ് നമുക്ക് തന്നെ കാണാൻ കഴിയും. ഏത് കാലത്തും ഏത് തരത്തിലുമുള്ള പച്ചക്കറി വേണമെങ്കിലും ഹൈഡ്രോപോണിക്സിൽ വിളയിക്കും. സ്ട്രോബെറി, ലെറ്റസ് ലീവ്സ്, പിയർ എന്നിവയെല്ലാം ഇതിൽ വേഗത്തിൽ ഫലം കാണും. ജലസേചനത്തിന് വേണ്ടി വരുന്ന വെള്ളത്തിന്റെ 5 മുതൽ 10% വരെ മാത്രം വെള്ളം മതി ഹൈഡ്രോപോണിക്സിൽ. ജലസേചനത്തിന് വേണ്ടി വരുന്ന വെള്ളത്തിന്റെ 5 മുതൽ 10% വരെ മാത്രം വെള്ളം മതി ഹൈഡ്രോപോണിക്സിൽ. പുറത്തും ഇൻഡോറിലും ഔട്ട്ഡോറിലും ഗ്രീൻ ഹൗസുകളിലും ഈ കൃഷി ചെയ്യും. കൂടാതെ കൃഷിയോഗ്യമല്ലാത്ത മരുഭൂമി, മണൽ, ഉപ്പുരസമുള്ള മണ്ണ് എന്നിവിടങ്ങളിലെല്ലാം ഈ കൃഷി അനുവദിക്കും. ഈ കൃഷിരീതി പരിസ്ഥിതിക്ക് യാതൊരുവിധ കോട്ടവും വരും. കൂടാതെ ഇത് സുസ്ഥിരമായി കൊണ്ടുപോകാം.